ഇത് കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നോക്കൂ, ഇന്നിപ്പോ വന്ന ഒരു പ്രശ്നം, സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ. അദ്ദേഹം ആ സർവകലാശാലയിലെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ സനാതന ധർമ്മ പീഠത്തിലാണ് മിക്കവാറും പരിപാടികളൊക്കെ നടക്കുന്നത്. അത്രേ നമ്മുടെ സർവകലാശാലകളുടെ തന്നെ ക്യാരക്ടർ മാറുകയാണ്. കേരളത്തിൽ BJPക്ക് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗം പോലും ഇല്ല, ഒരു പാർലമെന്റ് അംഗമുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്വാധീനിക്കാനോ ഭരിക്കാനോ അതിന്റെ അഡ്മിനിസ്ട്രേഷനിൽ നിർണായകമായ സ്വാധീനം ചെലുത്താനോ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം, അതൊരു നിങ്ങൾക്ക് പ്രശ്നമാവേണ്ടതല്ലേ കോൺഗ്രസിന്? അല്ല, ഞങ്ങൾക്കത് പ്രശ്നം തന്നെയാണ്. പക്ഷെ CPM-ന് എപ്പോഴാണത് പ്രശ്നമായത് എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലല്ലേ? CPM, ഞാൻ ചോദിക്കട്ടെ, CPM പറയാത്ത ആരെങ്കിലും കഴിഞ്ഞ ഗവർണർ വൈസ് ചാൻസലർ ആക്കിയിട്ടുണ്ടോ? ഈ മോഹൻ കുന്നുമലിനെ പോലും വൈസ് ചാൻസലർ ആക്കിയപ്പോൾ CPM-ന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നല്ലോ. CPM-ന് എപ്പോഴാണ് തെറ്റിയത്? CPM-ന് തെറ്റിയത് സർവകലാശാലയുടെ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കുകയും അതിനുശേഷം അത് ചോദ്യം ചെയ്യപ്പെടും, തുടർ നിയമനം നൽകുകയും ചോദ്യം ചെയ്യപ്പെടുകയും MP രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ്. കഴിഞ്ഞ ഗവർണർ തന്നെ പറഞ്ഞല്ലോ, പിണറായി വിജയൻ എൻ്റെ റൂമിൽ വന്ന് എന്നോട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയാണ് എന്ന് അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത്, എന്നെക്കൊണ്ട് തെറ്റ് ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സർക്കാർ പറയാത്ത ആരെങ്കിലും വൈസ് ചാൻസലർ ആക്കിയോ? ഇതേ ഗവർണർ നിയമിച്ചിട്ടുള്ള വൈസ് ചാൻസലർമാരെ കുറിച്ച് ആർക്കെങ്കിലും സർക്കാരിന് ആക്ഷേപമുണ്ടോ? അപ്പൊ ഇതാണ് തരാതരം പോലെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനമൊക്കെ. അതിനുശേഷം സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനമേ നടക്കുന്നില്ല. കാരണം രണ്ടു കൂട്ടർക്കും ഒക്കുന്നില്ല. ഗവർണർക്ക് നിയമിക്കാൻ ആഗ്രഹമുള്ള ആള് സർക്കാരിന് പറ്റില്ല, സർക്കാരിന് പറ്റുന്ന ആളെ ഗവർണർക്ക് പറ്റില്ല. ഈ പറഞ്ഞ അവസ്ഥയാണ് കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം. അല്ല, ഉണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത്തരത്തിലുള്ള ഗവർണറോട് സമീപനങ്ങൾ എന്തായിരുന്നു? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ സമ്പത്ത് പറയുകയാണ്, ശ്രീ സമ്പത്ത് പറയുന്നു, ഇവിടെ ഗവർണർ വന്നപ്പോഴത്തേക്ക് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കാണാൻ വേണ്ടി ചെന്നു, അപ്പം ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, 4 മാസമായി ഈ പറയുന്ന വിവാദ കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നത് ഇല്ലേ? നമുക്ക് അഭിലാഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഇന്ന് ആ മീറ്റിങ്ങിനെ സംബന്ധിച്ച് എന്തറിയാം? ആ മീറ്റിങ്ങിൽ എന്ത് തീരുമാനമുണ്ടായതിനെ സംബന്ധിച്ച് എന്തറിയാം? ആ മീറ്റിംഗ് നടന്നതുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായതിനെ കുറിച്ച് അറിയാവോ? എന്ത് ദോഷമുണ്ടായതിനെ കുറിച്ച് അറിയാവോ? അപ്പോൾ RSSന്റെ നേതാവായിട്ടുള്ള ഒരു ഗവർണറെയും കൂട്ടി BJPയുടെ നേതാവായിട്ടുള്ള ധനകാര്യമന്ത്രിയെ അനൗദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തിയതിൽ നമുക്കാകെ ഇന്നും അറിയാവുന്നത് പുട്ടും കടലയും കഴിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറം കേരളത്തിന് ഒന്നും അറിയാൻ പാടില്ല. 4 മാസക്കാലം മുമ്പ് നടന്ന ഈ യോഗത്തെ സംബന്ധിച്ച് ബഹുമാനമായ സമ്പത്ത് വളരെ പുരോഗമനമായ അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് വിശേഷിപ്പിക്കുന്നതിന് എന്ത് ഗുണം കേരളത്തിനുണ്ടായെന്ന് അങ്ങൊന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ എന്ത് ദോഷമുണ്ടായി എന്ന് പറഞ്ഞു തരണം. ഞാനതാണ് സൂചിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ഗവർണർ ആർലേക്കർ RSSന്റെ ഒരു സ്റ്റൂജ് അല്ല, അല്ലെങ്കിൽ RSSന്റെ ഒരു കയ്യാളായിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ച് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത്? നിങ്ങൾ ഇന്നുവരെ കേരളത്തിലേക്ക് UPA ഗവൺമെന്റ് സമയത്ത് അയച്ചിട്ടുള്ള ഗവർണർമാരെ കുറിച്ച് നിങ്ങൾ ഒരു ലേഖനം എഴുതിയിട്ടില്ലല്ലോ. ആ ഗവർണറെ നിയമിച്ചാൽ തന്നെ അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകം എന്ന് ആക്ഷേപിക്കുകയായിരുന്നില്ലേ ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾക്ക് RSS ഗവർണറെ നിയമിക്കുമ്പോൾ മാത്രം അത് ചട്ടുകമല്ലാതെ കേരളത്തിന്റെ പുരോഗതിക്ക് അംബാസഡറാക്കി മാറ്റാൻ കഴിയുന്ന വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? അപ്പൊ നിങ്ങൾ രാഷ്ട്രീയമായി ഐക്യപ്പെടുകയാണ്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഗവർണറോടും RSSനോടും നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു. ആ RSSനോട് ഐക്യപ്പെട്ടത് ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകും. അഭിലാഷേ, എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. വിഴിഞ്ഞത്ത് ഉദ്ഘാടനം നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിക്കാതെ അവിടെ വന്ന് ഇരിക്കാൻ യാതൊരു മാർഗവും ഇല്ല. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കേരള സർക്കാരിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കലും അഭിലാഷ് ഞാൻ ബെറ്റ് വെക്കുന്നു, അഭിലാഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. അത്തരത്തിൽ തീരുമാനിച്ചു അങ്ങനത്തെ ഒരു മാനുവലോ എന്തെങ്കിലോ അഭിലാഷ് കാണിച്ചു തന്നാൽ മാതൃഭൂമി തരുന്ന സമയത്ത് പരസ്യമായി ഞാൻ പരിപാടിയിൽ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വന്ന നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രധാനമന്ത്രി പങ്കെടുക്കും, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡെക്കോറം ഉണ്ടല്ലോ, ആര് സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ. അഭിലാഷ്, ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അഭിലാഷ്, അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങ് പറയാൻ സമയം തരൂ. പറയൂ. അങ്ങനെ എനിക്ക് പറയാൻ സമയം തന്നോ? സംസ്ഥാന സർക്കാരിന്റെ പരിപാടിക്കകത്ത് വേദിയിൽ ആരുണ്ടാവണം എന്ന് പറയാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് യാതൊരു അധികാരവും ഇല്ല.
മറിച്ച് തെളിയിച്ചാൽ അങ്ങ് പറയുന്ന സമയത്ത് ഞാൻ മാതൃഭൂമി വന്ന് ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാം. ഞാൻ അത്യാവശ്യം VVIP-കളുടെ പരിപാടികൾ ഏകോപിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം അതൊരു കാരണവശാലും ഇല്ല. ആ വേദിയിലുള്ള ആരെങ്കിലും ആ VVIP-ക്ക് ഭീഷണിയാണെങ്കിൽ അയാളെ ഒഴിവാക്കാൻ പറയാം, അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ ഒഴിവാക്കാൻ പറയാം. അതല്ലാണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ കൊണ്ടുവന്ന് ഇരുത്താനില്ല. അത് പിണറായി വിജയൻ നടത്തിയ സെറ്റിൽമെന്റ് ആണ്. ആ സെറ്റിൽമെന്റ് കൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് നടക്കും. എന്താണെന്നറിയോ? ആ വേദിയുടെ താഴത്തിരുന്ന് റിയാസ് ആ രാജീവ് ചന്ദ്രശേഖരെ അൽപ്പൻ ദാ വന്നിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അൽപ്പൻ എന്ന് പറഞ്ഞ് വിളിക്കും. എന്തിനാണെന്നറിയോ? ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ സർക്കാരുമായിട്ടും BJP ആയിട്ടും RSSമായിട്ടും കൈകോർത്തുകൊണ്ട് പിണറായി വിജയൻ അവർക്ക് ആവശ്യമുള്ളത് നടപ്പിലാക്കുമ്പോൾ ഇപ്പുറത്ത് താഴത്ത് നിന്ന് SFI-ക്കാരെ കൊണ്ട് ഇത്തരത്തിൽ കോലം കെട്ടിച്ച് ബാനറുകൾ കെട്ടിച്ച് കേരളത്തിന്റെ മതേതര സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെല്ലാം. അവിടെ സെറ്റിൽമെന്റുകൾ മുഴുവൻ നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആർലേക്കറും സീതാരാമൻ യോഗത്തിൽ ഒരു ഇടവേള അത്യാവശ്യമാണ്. ആ ഇടവേളയ്ക്ക് ശേഷം ഇടവേള എടുക്കേണ്ട സമയം മറുപടി പറയാനുള്ള ആവശ്യത്തിനുള്ള സമയം ഞാൻ തരാം.